നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമായി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുന്നു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി എന്റെ സിട്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഉൾക്കുളുവേരി തിരൂർ MLA-ആണ്. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കായിക വകുപ്പ് മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയത്. 24,137 MSF-ലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും ദേശീയ കൌൺസിൽ അംഗവും പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. തിരൂരിന്റെ MLA MSF-ലൂടെ രാഷ്ട്രീയത്തിലെത്തി. അടുത്തത് മോൻസ് ജോസഫാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ കൂടി എത്തുന്നത്. 31,300 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. നിർമ്മല ജിമ്മിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നിർമ്മല ജിമ്മിയെ പരാജയപ്പെടുത്തിയാണ് മോൻസ് ജോസഫ് എത്തുന്നത്. തവണ MLA ആയി നിയമസഭയിലെ നിയമസഭാ സമാധികളിൽ ഒരാളാണ് മോൻസ് ജോസഫ്. 2007 പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. കേരള കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. KSE ജോസഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിയമസഭയിലെ ഒരംഗമായി നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മോൻസ് ജോസഫ് MLA-മാരിലൊരാളാണ്. 6 തവണ MLA ആയി. 31,300 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മോൻസ് ജോസഫിന് നൽകിയത്. നിർമ്മല ജിമ്മിയാണ് പരാജയപ്പെടുത്തിയത്. 2007 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇക്കുറിയും മോൻസ് ജോസഫ് മന്ത്രിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് മോൻസ് ജോസഫ് എഴുത്തരായ MLA-ആണ്. ഇക്കുറിയും പോരാട്ടത്തിൽ പ്രതീക്ഷിച്ച വിജയം തന്നെ നേടി. 9 ഇടങ്ങളിൽ വിജയിക്കുന്ന 7 ഇടങ്ങളിൽ വിജയിച്ചു. മുഹമ്മദ് മുഹസിനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 9,442 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് TP ഷാജിയെ UDF-ന്റെ TP ഷാജിയാണ് പട്ടാമ്പിയിൽ പരാജയപ്പെടുത്തിയത്. UDF-ന്റെ തരംഗത്തിൽ ഒളിച്ചു പോകുമെന്ന് കരുതി പട്ടാമ്പി മുഹമ്മദ് മുഹസിനോടൊപ്പം തന്നെ നിന്നു. നിയമസഭയിൽ 3ാം തവണയാണ് ഇടതുമുഖമാണ് മുഹമ്മദ് മുഹസിൻ. ഘട്ടത്തിലും മുഹമ്മദ് മുഹസിൻ ജനപ്രിയത ആർജിച്ചിരുന്നു. CPI-യുടെ 5 ബ്രാൻഡായ മുഹമ്മദ് ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുന്നു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ. മുസ്ലിം പട്ടാമ്പി MLA-ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ശക്തമായ UDF തരംഗത്തിനിടയിലും പിടിച്ചു നിന്ന പട്ടാമ്പി ജില്ലാ കമ്മിറ്റി എതിരിൽ നിന്നപ്പോഴും മൂന്ന് മുസ്ലിനോടൊപ്പം നിന്ന ജനങ്ങൾ CPI-യുടെ ഫയർ ബ്രാൻഡാണ്. 3ാം തവണയാണ്. 9,442 ഭൂരിപക്ഷത്തിലാണ് UDF-ന്റെ TP പരാജയപ്പെടുത്തി പട്ടാമ്പിയിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ എത്തുന്നത്. ഇക്കുറി നിയമസഭയിൽ തീപ്പൊരിയാകും എന്നുള്ളതാണ്. ആകെയുള്ള അംഗങ്ങളിൽ ഫയർ ബ്രാൻഡ് MLA കോൺഗ്രസ് നേതാവ് ജനകീയ മുഖം മുരളീധരൻ 5,425 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ പരാജയപ്പെടുത്തി സഭയിലേക്ക് എത്തുന്നത്. സഭയിൽ MLA ആയിട്ട് ഇത് 3ാം തവണയാണ്. 3 തവണയും വട്ടിയൂർക്കാവിലാണ്. 1988 സേവാദളിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിൽ to the Constitution of India as by law established that I will support the sovereignty and integrity of India and that I will faithfully discharge the duty upon which I am about to enter. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മുരളീധരൻ
വളരെ സീസൺ ഉള്ള നേതാവാണ്. KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. സഭയിൽ ഇത് മൂന്നാമത്തെ തവണയാണ്. VK പ്രശാന്ത് 5025 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. വട്ടിയൂർക്കാവിൽ വിജയമുറപ്പിച്ച പ്രശാന്തിനെ വിറപ്പിച്ചാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. മന്ത്രിയാകുന്നത് രണ്ടാം തവണയാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിയായതിനു ശേഷം 3 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് രാജിവെക്കേണ്ടി സേവാദളിന്റെ ഭാഗമായി 1978 തുടർന്ന് കെ മുരളീധരൻ തുടരുന്നത്. പ്രസിഡന്റായി തവണ MP ആയി. ചെയ്യുന്നത് BJPയുടെ അടുത്ത MLA വി മുരളീധരൻ. BJP MLA കഴക്കൂട്ടം MLA വി മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത് വി മുരളീധരനാണ്. BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി വി മുരളീധരൻ BJP MLA സഭയിൽ സത്യപ്രതിജ്ഞയിലെത്തും. 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് എന്ന ഞാൻ സഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും പൂർവ്വം പുലർത്തുന്നു. ഭാരതത്തിന്റെ അഖണ്ഡതയും ഞാൻ ഏറ്റെടുക്കുവാൻ കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. BJP MLA രണ്ടാമത്തെ BJP MLA ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ. ആദ്യം ബി ഗോപകുമാർ, ഇപ്പോൾ ഇതാ വി മുരളീധരൻ കഴക്കൂട്ടത്തിന്റെ MLA ആണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പരമാവധി BJPക്ക് ഒരു MLA മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി 3 MLA മാരാണ് BJPക്ക് നിയമസഭയിലുള്ളത്. BJPയുടെ കടകംപള്ളി സുരേന്ദ്രനെ നിയമസഭയിലെത്തുന്നത് ആദ്യമാണ്. BJP നിയമസഭാ കക്ഷി നേതാവാണ്. കേന്ദ്ര വിദേശകാര്യ BJP സംസ്ഥാന അധ്യക്ഷനായി നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയുടെ ജനപ്രിയ MLA നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്നാണ്. 32,431 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. ജി സുധാകരന്റെ നജീബ് കാന്തപുരമാണ്. വരവാണ്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ജനപ്രിയ സത്യപ്രതിജ്ഞ